ആയിരക്കണക്കിന് കാനഡക്കാർ സ്വന്തം രാജ്യത്ത് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടും കാനഡക്ക് ജയിക്കാൻ പറ്റിയില്ല. കാനഡ സമനില മാത്രം പിടിക്കാൻ പറ്റുള്ളൂ. കളി സത്യം പറഞ്ഞാൽ ഫസ്റ്റിലൊക്കെ കാനഡനായിരുന്നു അത്യാവശ്യം നല്ല അറ്റാക്കിങ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലായപ്പോൾ ഒരു എൻഡ് ടു എൻഡ് മാച്ചായി. അതായത് ബോസ്നിയ അറ്റാക്ക് ചെയ്യുക, അപ്പോൾ തന്നെ കാനഡ തിരിച്ച് അറ്റാക്ക് ചെയ്യുക. പിന്നെ കാനഡക്ക് കുറച്ച് സബ്ബുകൾ വന്നു. അതായത് 2-3 സബ്ബുകൾ ഭയങ്കര ഡിസൈസീവായി മാറി. ബട്ട് ബ്രോ സീഡ് കൊളാസിനാച്ച് എന്തായാലും ഓൻ്റെ പേര് എനിക്ക് കറക്റ്റ് പറയാറില്ല. എന്തായാലും ഓന് നമ്മളെ ആഴ്സണലിലെ കളിച്ച ചങ്ങായിയാണ്. ഓനെ അവസാനം അന്നാ കണ്ടു തോന്നുന്നു, 2021 കണ്ടിട്ടുണ്ടാവും അവസാനം. എന്തായാലും ഇതൊക്കെയാണ് വേൾഡ് കപ്പിൻ്റെ ഒരു സൗന്ദര്യം. അന്ന് കണ്ട് മറന്നുപോയ പ്ലേയേഴ്സിനൊക്കെ ഒന്നും കൂടി ഓർത്തെടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു മാച്ച് കാണുമ്പോൾ. ആൻഡ് ചങ്ങായി നല്ല പെർഫോമൻസിനെ കാഴ്ചവെച്ച് 2-3 ഗോൾ ലൈൻ സേവ് ഉണ്ടായിരുന്നു കളിയിൽ മുഴുവൻ. അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും മികച്ചതായി തോന്നിയത് ഇവൻ്റെ ഗോൾ ലൈൻ സേവ് തന്നെയാണ്. അവൻ്റെ പേര് ഞാൻ പറയാൻ നിൽക്കണമെങ്കിൽ വയ്യ. എന്തായാലും അടുത്ത കളി ഇനി ഇപ്പോൾ USA vs പരാഗ്വേ ആയിരിക്കും. അടുത്ത അവസാനത്തെ ഹോസ്റ്റ് നേഷൻ്റെ കളിയാണ്. നമ്മളെ ആദ്യത്തെ ഹോസ്റ്റ് നേഷൻ്റെ കളി മെക്സിക്കോൻ്റെ കളി മെക്സിക്കോ ജയിച്ചു. രണ്ടാമത്തെ കളി കാനഡൻ്റെ സമനിലായി. ഈ മൂന്നാമത്തെ USA എന്താവും എന്ന് കണ്ടറിയാം. പലരും USA തോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെയ്റ്റ് വാച്ചൊക്കെ നടത്താൻ പോവാണെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടറിയണം.